എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹങ്കുവിനെ കാണിക്കുന്നു. അവളാകെ വേർത്ത് കുളിച്ച് വല്ലാതെ പേടിച്ച് വരച്ച് ഇപ്പൊ ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. അവൾ ഒരു നദിക്കരയിൽ നിൽക്കുമ്പോ ഇപ്പൊ ഒറോച്ചിമാറു അവിടേക്ക് വന്ന് അവളുടെ കഴുത്തിൽ കടിക്കും. ഉടൻ തന്നെ അവന്റെ ശാപക്കുറി അവളുടെ കഴുത്തെ വീണ് ഒരുപാട് വേദനയില് അലറിക്കരയുമ്പോ അങ്ങനെ പിടിച്ച് ഒരു സെല്ലിലിട്ട് ഒറോച്ചിമാറു പൂട്ടിയിടും. ആ ശാപക്കുറിയുടെ വേദനയില് അവൾ അലറിക്കരഞ്ഞ് ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഞാൻ എത്തിപ്പോയി എന്നും പറഞ്ഞ് ഗ്രാമത്തിലേക്ക് ഓടി വരും. അവൻ ഒരുപാട് ശോകം അടിച്ച് ഇപ്പൊ കിട്ടുന്ന എല്ലാ മിഷനും വളരെ മോശമാണ്. ഒരു എന്റർടൈൻമെന്റും ഇല്ല, ഒരു സുഖവും ഇല്ല എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നോക്കുമ്പോ നമ്മുടെ സാക്കുറയും ഈനോയും ആവട്ടെ കുറച്ച് പൂക്കളൊക്കെ പിടിച്ച് എവിടേക്കോ നടന്നു പോകുന്നതായിട്ട് കാണും. സാക്കുറയെ കാണുമ്പോ നമ്മുടെ കുട്ടപ്പനും വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് എടുത്തു ചാടി അവളുടെ അടുത്തേക്ക് വരും. അപ്പൊ ഈനോ ആവട്ടെ കുട്ടപ്പനെ കണ്ട് ഇപ്പൊ കളിയാക്കി ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് കലി കയറിയ കുട്ടപ്പനാവട്ടെ നിർത്തിനടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നീ എന്ത് കണ്ടിട്ടാ ഇപ്പൊ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ, ഞാനെന്താ തുണിയില്ലാതെ നിൽക്കാണോ എന്ന് ചോദിക്കുമ്പോ അവളാവട്ടെ നാണിച്ച് തല താഴ്ത്തും. ഈനോയും നാറയും അവരെവിടെയും ചോദിക്കുമ്പോ സാക്കുറ പറയും അവര് രണ്ടുപേരും ഇപ്പൊ ഒരു മിഷന് വേണ്ടി പോയിരിക്കുകയാണ്, ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. കുട്ടപ്പൻ ഈനോയോട് ചോദിക്കും ഒരുപാട് കാലായില്ലേ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു, കടയില് വെറും പൂവും വിറ്റ് നടക്കാതെ നിനക്ക് എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തോടെ ചോദിക്കുമ്പോ അവൾ ഒരുപാട് വിഷമിച്ച് പറയും പാർട്ട്ണർ ഇല്ലാതെ എന്റെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ എന്നെ അയക്കില്ല. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ഷിനോ ആവട്ടെ മാസായിട്ട് അവിടേക്ക് കടന്നു വരും. നമ്മുടെ ആൾക്കാർ അവനെ കണ്ട് വണ്ടറടിച്ച് ഇപ്പൊ ഞെട്ടി നിൽക്കുമ്പോ കുട്ടപ്പനാണെങ്കില് ഒന്നും മനസ്സിലാവില്ല. എന്താടാ വെറുതെ പേടിപ്പിക്കണേ, നിനക്കിപ്പോ എന്താ വേണ്ടതെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അപ്പൊ ഷിനോ പറയും ഈനോയെയും കുട്ടപ്പനെയും എത്രയും പെട്ടെന്ന് ഹൊക്കാഗയ്ക്ക് കാണണം, നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോ കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ ഹങ്കുവിനെ വിളിച്ചു വരുത്തി നീ എത്രയും പെട്ടെന്ന് വളരെ അത്യാവശ്യമായിട്ട് ലാൻഡ് ഓഫ് സീ വരെ ഒന്ന് പോകണം, അവിടെ ഇപ്പൊ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഇവിടേക്ക് വരണം. അത് കേട്ട് ഹങ്കു ഞെട്ടും, കാരണം ആ ഒരു ദ്വീപ് അത് വളരെ ഡേഞ്ചറാണ്. അപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ അവളുടെ മിഷൻ അതെന്താണെന്ന് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ദ്വീപിലെ ജനങ്ങള് പ്രധാനമായിട്ട് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. പ്രധാനമായിട്ടും കപ്പൽ മാർഗത്തിലൂടെയാണ് അവര് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ തുടർച്ചയായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന എല്ലാ കപ്പലും ആക്രമിക്കപ്പെടുകയാണ്. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ കടൽ പിശാചാണ് അതെല്ലാം തന്നെ ചെയ്യുന്നത്. ഹങ്കു പേടിച്ചു വരച്ച് അപ്പൊ ഞാൻ ആ കടൽ പ്രേതത്തെ പിടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഹൊക്കാഗെ ആന്റി പറയും അതല്ല, അതിനും മേലെയാണ് നിന്റെ മിഷൻ. അവർക്ക് ഹിഡൻ വില്ലേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് പണം കൊടുത്ത് മിലിറ്ററിയുടെ സഹായം തേടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ആ ഒരു ലാൻഡ് ഓഫ് സീയുടെ മുഴുവൻ സമ്പാദ്യവും ആ ഒരു ഗോസ്റ്റ് നശിപ്പിച്ചു കളഞ്ഞു. അവർ വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ഫണ്ട് സംഘടിപ്പിച്ച് മിലിറ്ററി പവറിന് വേണ്ടി ഒരു ഷിപ്പില് ആ ഒരു പണം മുഴുവൻ ഇപ്പൊ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു പണത്തിന് എസ്കോർട്ട് പോവാനാണ് നമ്മളുടെ സഹായം അവർക്ക് ആവശ്യം. അപ്പോഴായിരിക്കും നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ കഥകം തള്ളിപ്പൊളിച്ച് അങ്ങോട്ട് കയറി വരിക. അവൻ ഹങ്കുവിനെ കണ്ട് നീയല്ലേ എന്നെ ചുനിയൻ എക്സാമിന് ഒരുപാട് പേടിപ്പിച്ചവള്. അപ്പൊ ഹങ്കു ചിരിച്ചിട്ട് പറയും അത് ഞാൻ തന്നെയാണ്, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേട്ടനും ചേച്ചിയും ഇപ്പൊ കൊതി നുണയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ഹൊക്കാഗെ അതിന്റെ ടെൻഷനായിട്ട് ഒന്ന് നിർത്തുവോ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് മാത്രം ഇപ്പൊ ശ്രദ്ധിക്കുക. നിങ്ങൾ 3 പേരും ഇപ്പൊ ഹങ്കുവിന്റെ കൂടെ പുതിയൊരു മിഷന് വേണ്ടി എത്രയും പെട്ടെന്ന് പോകണം. നിങ്ങൾ 4 പേരും 4 ഗ്രൂപ്പിലുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പരസ്പരം സഹായിച്ചും സപ്പോർട്ട് ചെയ്തും നിങ്ങളുടെ 100% എഫേർട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മിഷനിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ആന്റി പറയും ഈ ഒരു മിഷൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ആപത്താണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിന്റെ മുൻപിലുള്ള ആ ഒരു ഗേറ്റിന്റെ മുൻപിൽ ഇപ്പൊ അസംബിൾ ചെയ്യാനായിട്ട് ആന്റി പറയും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഗേറ്റിന്റെ മുൻപിലേക്ക് വരുമ്പോ ഈനോ ആവട്ടെ ഒരുപാട് അന്വേഷിച്ച് ഒരു ബുക്ക് കണ്ടുപിടിച്ച് അതില് ആ ഒരു കടൽ ഭൂതത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ തുടങ്ങും. അത് ബോട്ട്, കപ്പല് അങ്ങനെ എല്ലാം തന്നെ എപ്പോഴും നശിപ്പിക്കും. പണം, സ്വർണം ഇവ കൊള്ളയടിച്ച് ആളുകളെ അത് കൊന്നു തള്ളും. അപ്പോൾ ഷിനോ കുറച്ചു നേരം ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. ഏതെങ്കിലും ഒരു എക്സ് ഷിനോബി കടൽ കൊള്ളക്കാരനായി മാറി എൻജിപ്സും ഗൻജിപ്സും ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലോ? പക്ഷെ ഇതൊക്കെ വെറും സംശയങ്ങൾ മാത്രമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അതിനാദ്യം ആ ദ്വീപുകളില് സെന്ററിലുള്ള മദർ ദ്വീപിലാണ്
നമ്മളിപ്പോ എത്തിച്ചേരേണ്ടത് ഒരു ബോട്ട് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണമെന്ന് പറയുമ്പോൾ കുട്ടപ്പൻ ഹാപ്പി ആയിട്ട് 32 പല്ലും കാണിച്ച് ചിരിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ അസിസ്റ്റന്റ് ചേച്ചിയാവട്ടെ ഹങ്കുവിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കാഗെ ആന്റിക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. അവള് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ഒറോച്ചിമാറുവിന്റെ പിടിയിലായിരുന്നു. അവളുടെ 10 വയസ്സിൽ തന്നെ അവൾ ഒരുപാട് കാര്യങ്ങള് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവളുടെ ഒരുപാട് പവറുകള് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ ആ ഒരു കടലിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഈനോ ദൂരത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ആ കാണുന്നതാണ് മദർ ഐലൻഡ്. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടേക്കാണ് എത്തിച്ചേരേണ്ടത്. ആ ഒരു ഐലൻഡ് കാണുമ്പോൾ ഇപ്പൊ ഹങ്കുവിന് എന്തൊക്കെയോ ചില കാര്യങ്ങള് ഓർമ്മ വരാൻ തുടങ്ങും. ആ സ്ഥലം അവൾ ഇമാജിൻ ചെയ്യാണ്. അത് ഓൾറെഡി അവൾ സ്വപ്നം കണ്ട ആ ഒരു ദുസ്വപ്നവുമായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ അവൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹങ്കുവിന് അവൾക്ക് ഒരുപാട് വേദന എടുത്ത് മുഖം പൊത്തിപ്പിടിച്ച് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് ഓടി വരാമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് മാറി നിൽക്കും. പക്ഷെ ഷിനോയ്ക്ക് അവളെ കാണുമ്പോൾ എന്തോ ഒരു സംശയം തോന്നും. കുട്ടപ്പനും ഈനോയും ആവട്ടെ ബോട്ട് എടുക്കാനായിട്ട് മുൻപോട്ട് നടക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഹങ്കു ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്ന് ഒരുപാട് വേദനയില് ഇപ്പൊ കരയാൻ തുടങ്ങും. അവള് പതിയെ പതിയെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവള് ചെറുപ്പം മുതലേ ആ ഒരു ഒറോച്ചിമാറുവിന്റെ കൂടെയാണ് വളർന്നു വന്നിരുന്നത്. മാത്രമല്ല അവന്റെ കൈ പിടിച്ച് ഈ ദ്വീപ് മുഴുവൻ അവള് നടന്നിട്ടുണ്ട്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഈനോ ആവട്ടെ ഒരു കടയിലേക്ക് കയറി വരുമ്പോ വേറൊരു മുക്കുവ പെൺകുട്ടി അവള് പിടിച്ചുകൊണ്ടുവന്ന മീന് ഇപ്പൊ കടക്കാരന് കൊടുക്കും. പക്ഷെ കടക്കാരൻ അവൾക്ക് വളരെ കുറച്ച് പണം മാത്രമായിരിക്കും അവളുടെ കയ്യിൽ കൊടുക്കുക. അത് കാണുമ്പോൾ നമ്മുടെ ഈനോയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടാതെ ഇപ്പൊ കടക്കാരനോട് ദേഷ്യപ്പെടാൻ ആരംഭിക്കും. ഈ മീൻ അത് വളരെ വിലയുള്ളതാണ്, നീ എന്തുകൊണ്ടാണ് ഇത്രയും വില അവൾക്ക് കുറച്ചു കൊടുത്തെന്ന് ചോദിക്കുമ്പോ അത് കേട്ട് മുക്കോ പെൺകുട്ടി ആവട്ടെ ഇപ്പൊ അവിടുന്ന് ഓടിപ്പോവും. അപ്പൊ കടക്കാരൻ പറയും, ആ ഒരു കടൽ പ്രേതത്തെ കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കടയില് കസ്റ്റമേഴ്സ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ എന്റെ കയ്യില് ഇപ്പൊ അതിനു മാത്രം കാശില്ല. കടക്കാരൻ പറയും, ആ ഒരു മുക്കോ പെണ്ണ് അവള് മധുരൈ ലാൻഡിലുണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ പെട്ടവളാണ്. മാത്രമല്ല കടലിൽ ഡൈവ് ചെയ്ത് മുത്തുകള് പവിഴങ്ങള് ഇതൊക്കെ കളക്ട് ചെയ്യലായിരുന്നു അവളുടെ ജോലി. അത് കേട്ട് വണ്ടറടിച്ച് ഈനോ ചോദിക്കും, പിന്നെന്തിന് അവൾ ഇവിടേക്ക് വന്നു? അവളുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് കടലിലേക്ക് പോയതിനു ശേഷം പിന്നെ തിരികെ വരാതായി. അങ്ങനെ കടലിലേക്ക് പോയവരില് ഇവള് മാത്രമാണ് തിരികെ വന്നത്. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അവളുടെ ഗ്രാമത്തിലുള്ളവര് ഇവളെ അകറ്റി നിർത്തി. അങ്ങനെയാണ് ഇവളിവിടെ എത്തിപ്പെട്ടതെന്ന് പറയുമ്പോ പെട്ടെന്ന് കുട്ടപ്പനെ അവിടെ കാണാനുണ്ടാവില്ല. അപ്പൊ ആ പെങ്കൊച്ചാവട്ടെ അവളുടെ കയ്യിലുള്ള പൈസക്ക് ഇപ്പൊ ഒരുപാട് പച്ചക്കറിയൊക്കെ വാങ്ങി അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരികയാണ്. അപ്പൊ അവളുടെ തൊട്ട് മുൻപിലായിട്ട് 2 പേര് വന്ന് അവളെ അടിക്കാനായിട്ട് തുടങ്ങും. അവൾ ഒരുപാട് നേരം അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെങ്കിലും അവളെ കൊണ്ട് സാധിക്കില്ല. ആ സമയത്ത് അവിടേക്ക് കുട്ടപ്പൻ വരുന്ന കണ്ട ആ കിങ്കരന്മാരാവട്ടെ ഇപ്പൊ ജീവനും കൊണ്ട് ഓടും. കുട്ടപ്പനാവട്ടെ അവളെ കൈപിടിച്ചുയർത്തി, നീ ആ മദർലാൻഡിലുള്ള ആളാണോ ചോദിക്കും. പക്ഷെ അവൾ അപ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു നിഞ്ച ബാഡ്ജ് കാണുക. അതുകൊണ്ട് പേടിച്ച് അവളിപ്പോ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. ഇവിടെ ഈനോ ആവട്ടെ ഒരുപാട് ബോട്ടുകളുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ഇപ്പൊ മദർലാൻഡിലേക്ക് ഏതെങ്കിലും ബോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിന് അയാൾ പറയും, ഈ ഒരു സമയത്ത് ഒരു ബോട്ടും എവിടേക്കും പോവില്ല, നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ രാവിലെ വായോന്ന് പറയുമ്പോൾ ഈനോ പറയും, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ ഒരു ദ്വീപിലെത്തണം, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ അവനാവട്ടെ അവന്റെ ഒരു ചെറിയ ബോട്ട് ഇപ്പൊ അവർക്ക് വിട്ടുകൊടുക്കും. ആ സമയത്ത് കുട്ടപ്പൻ ഓടി വരുമ്പോൾ നമ്മുടെ ഈനോയ്ക്ക് കലി കയറി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മിഷന് പോകുമ്പോൾ നിനക്ക് തോന്നിയതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് എന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ അതന്നെ ചെയ്യാണോ? നിനക്ക് മുൻപേ പോയ ഹങ്കു അവൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, എന്നെ അവളെയും വെച്ച് ഒരുമിച്ച് കമ്പയർ ചെയ്യരുത്, അവളെപ്പോലെ ഒരു മന്ദബുദ്ധിയല്ല ഞാനെന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമില് ഹങ്കു വന്ന് ഒരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെക്കും. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവരിപ്പോൾ അവസാനം പുറപ്പെടാൻ ആരംഭിക്കും. അപ്പോൾ അതേ സമയത്ത് ലോങ് ഷോട്ടില് 2 പേര് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ നിൽക്കും. അവര് പറയും, ഇതിന് തീർച്ചയായിട്ടും ഒരു ട്രീറ്റ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവര് പരസ്പരം നോക്കി ഇപ്പൊ ചിരിക്കും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ കടലിലൂടെ ആ ഒരു ചെറിയ ബോട്ടും എടുത്ത് ഹായ് ആയിട്ട് പോകുമ്പോ പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നം കടലിലുള്ളതായിട്ട് അവർക്ക് മനസ്സിലാവും. ആ സമയത്ത് എന്തോ ഒരു സാധനം ഇപ്പൊ ഈനോയെ തൂക്കി അങ്ങോട്ട് എടുക്കും. അത് കണ്ട് ഇപ്പൊ ഹങ്കു ആവട്ടെ
ചാടി വീണ് നമ്മുടെ ഈനോയെ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. പക്ഷെ എന്താ, അവിടെ രൂപപ്പെട്ട വലിയൊരു ചുഴിയിലേക്ക് ആ ഒരു ബോട്ട് ഇപ്പൊ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനടക്കം എല്ലാവരും ആ ചുഴി കണ്ട് പേടിച്ച് ഇപ്പൊ കടലിലേക്ക് എടുത്തു ചാടും. ബോട്ട് ചുഴിയിലകപ്പെട്ട് അതങ്ങനെ താഴേക്ക് പോവും. കുട്ടപ്പൻ പറയും ഇതിന്റെ പിന്നില് തീർച്ചയായിട്ടും ആ ഒരു ഗോസ്റ്റ് തന്നെയായിരിക്കും. ഞാൻ സമറിൻ ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗാമ തവളയെ ഇവിടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് അവൻ കഷ്ടപ്പെട്ട് സമറിൻ ചിപ്സ് എടുക്കുമ്പോൾ വീണ്ടും അവിടേക്ക് ആ ഗാമത്തവളയുടെ 2 കുട്ടികൾ തന്നെ വരും. കുട്ടപ്പൻ അവരെ നോക്കും. നിങ്ങളുടെ അമ്മ തവള ഈ സമയത്ത് പോലും നിങ്ങളെ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണോ? അപ്പൊ അതേ സമയത്ത് ആരോ ഹങ്കുവിനെ പിടിക്കാനായിട്ട് അവിടേക്ക് ചാടി വീഴും. അവൾ അവളുടെ പവർ എടുത്ത് വായിലൂടെ ഒരുപാട് തീ അങ്ങനെ തുപ്പുമെങ്കിലും അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ തന്നെ ലോക്ക് ചെയ്യും. അതുകൊണ്ട് കുട്ടപ്പൻ അവിടേക്ക് ചാടി വീണ് അവനുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ മൽപ്പിടുത്തം. ആ കണ്ണാടി പയ്യൻ ഇപ്പൊ കുട്ടപ്പൻ അങ്ങനെ താഴേക്ക് കൊണ്ടുപോയി കുട്ടപ്പന്റെ ചക്ര പവർ അത് പതിയെ പതിയെ അബ്സോർബ് ചെയ്ത് അവനെ ചുഴിയിലേക്ക് ഇപ്പൊ തള്ളി അങ്ങോട്ട് വിടും. കടലിന്റെ അടിയിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ ബാക്കി ആർക്കും കുട്ടപ്പനെ കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ മുൻപ് കണ്ട ആ ബാൻഡ് കെട്ടിയ പെൺകുട്ടി അവൾ അങ്ങനെ തന്നെ കുട്ടപ്പനെ തൂക്കിയെടുത്ത് കടലിൽ നിന്ന് ഇപ്പൊ കരയിലേക്ക് കയറുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം